ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യഭാഗങ്ങളും കാണാപ്പാടമായ വാക്യഭാഗവുമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അപ്പോൾ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം എപ്പോഴുണ്ടായിരുന്നു? ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ വചനമായ ദൈവം, പിതാക്കന്മാരുടെ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തത് മന്നയായിരുന്നു എന്ന് കാണുമല്ലോ. പഴയ നിയമസഭയുടെ ഭക്ഷണം മന്നയായിരിക്കുമ്പോൾ പുതിയ നിയമസഭയുടെ ഭക്ഷണം വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. അപ്പോൾ മന്നയും വചനവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. വലിയ വ്യത്യാസമില്ലെന്ന് ഒരു വ്യത്യാസമില്ല. രണ്ടും ക്രിസ്തുവിന്റെ നിഴലുകൾ തന്നെ. അപ്പോൾ ഈ വചനം ദൈവമാണ്, അതായത് ക്രിസ്തുവാണ്. ആ വചനമാണ് ജഡമായി തീർന്നതെന്ന് വ്യക്തമായി തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് ഇങ്ങനെ തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതായത് കർത്താവിനെ നാമധേയ പല ക്രൈസ്തവ സഭകളിലും ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പലരും വിദ്യാസമ്പന്നരായിരിക്കുന്ന പലരും ഇങ്ങനെ പ്രസംഗിച്ച് മരണത്തോടുള്ള ബന്ധത്തില് ഞാൻ കേട്ട ചില ചില ഇടങ്ങളില് ഒന്ന് രണ്ടിടത്ത് വളരെ അടുത്ത ബന്ധുക്കൾ, അതും വളരെ അവരുടെ മക്കൾ ഇങ്ങനെ അനുശോചനം അറിയിക്കുന്ന സമയത്ത് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അവർ പറയുന്നത് അതാണ്. എന്നുള്ള കർത്താവ് പറഞ്ഞത് എന്താണ്? എന്റെ വചനം ഭക്ഷിക്കുന്ന കാര്യമാണ്. നമുക്കൊരിക്കലും തെറ്റ് വരാൻ പാടില്ല കേട്ടോ. കർത്താവിന്റെ ജഡവും മാംസവുമല്ല. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറയുന്നത് കർത്താവിന്റെ വചനം ഭക്ഷിക്കുക എന്നുള്ള, വചനമില്ലാത്ത മായമില്ലാത്ത പാലായിട്ട് അതിനെ കരുതുന്നു, ഭക്ഷണമായിട്ട് അതിനെ കരുതുന്നു. പിതാക്കന്മാർക്ക് മന്ന മരുഭൂമിയിൽ കൊടുത്തു, പക്ഷേ ഈ മന്ന ഭക്ഷിച്ചിട്ടു എന്ന് പറഞ്ഞാൽ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ മന്നയായിരിക്കുന്ന ക്രിസ്തുവിനെ പിതാക്കന്മാർ മരുഭൂമിയിൽ ഭക്ഷിച്ചിട്ടും പലരും എന്ത് ചെയ്തു? മരുഭൂമിയിൽ പട്ടുപോകുവാൻ തക്കവണ്ണം പത്രോസിന്റെ ലേഖനത്തിലേക്ക് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ വലിയ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിന്റെ വചനം വളരെ വ്യക്തമാണ്. മരുഭൂമിയിൽ എന്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പട്ടുപോയി? അവരിൽ പലരും അവിശ്വാസം ഹേതുവായി, അവരിൽ പലരും പിറുപിറുപ്പ് ഹേതുവായി പട്ടുപോകുവാൻ തക്കൊണ്ടിടയായി. ദൈവത്തിന്റെ പൈതലേ, അവർ പിതാക്കന്മാർ മരുഭൂമിയിൽ എന്തു നിന്നു? മന്ന നിന്നു. മന്നയുടെ ആ ഒരു പ്രൊവിഷൻ മരുഭൂമിയിൽ ഇങ്ങനെയായിരുന്നു. ആ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത്, യഥാർത്ഥത്തിൽ ഫ്രിഡ്ജിന്റെ ആ ഒരു തത്വം അപ്ലൈ ചെയ്തത് മരുഭൂമിയിൽ പിതാവാം ദൈവമാണ്. പിതാക്കന്മാർ അബ്രഹാമിന്റെ സന്തതിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ലെയർ മഞ്ഞ് വീഴും, മഞ്ഞിന്റെ മുകളിൽ മഞ്ഞ വീഴും, മഞ്ഞയുടെ മുകളിൽ ഒരു ലെയർ മഞ്ഞ് വീണ്ടും വീഴും. പ്രഭാതമാകുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ മേളത്തെ ലെയർ മഞ്ഞ് അലിഞ്ഞു പോകുമ്പോൾ മഞ്ഞ വെളിപ്പെടും. ആ മഞ്ഞ അവർ പെറുക്കി, മഞ്ഞ അവർ എന്ത് ചെയ്യും? കൊത്തമ്പാലരി പോലെ ഇരിക്കുന്ന ഇത് അവർ പൊടിയാക്കി അവർക്ക് വേണ്ടുന്ന രീതിയിൽ അത് അവർ ഭക്ഷിക്കും. മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ന ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരീരത്തിന് യാതൊരു ഖേദവുമില്ല, രോഗവുമില്ല, ഭാരവുമില്ല. കാരണം മന്ന 40 സംവത്സരോട് ശരീരത്തെ കേടുകൂടാതെ സൂക്ഷിച്ച ഒരു സ്വർഗീയ പൂജ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ വചനം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ക്രിസ്തുവിനെ അവർ ഭക്ഷിച്ചു, വചനമായി അല്ലെ മന്നയായി ഭക്ഷിച്ചു. പക്ഷെ അവർ പലരും എന്ത് ചെയ്തു? മരുഭൂമിയിൽ പട്ടുപോയി. കാരണം പിറുപിറുപ്പും അവിശ്വാസം. ദൈവത്തിന്റെ പൈതലെ, നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കേണ്ടത്, വല്ലപ്പോഴുമെങ്കിലും ഒന്ന് റീകൺസൈൽ ചെയ്യേണ്ടത് വളരെ ആവശ്യം. നമ്മളെ തന്നെ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടത് വളരെ ആവശ്യമാണ്. വചനം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? അല്ലെങ്കിൽ നമ്മുടെ പിറുപിറുപ്പ്, പ്രശ്നങ്ങളില്ലാത്ത ഭവനങ്ങളില്ല. എല്ലാ ജാതിക്കാരിലും, എല്ലാ മതക്കാരിലും, എല്ലാ സംസ്കാരം, എല്ലാ ഭാഷക്കാരിലും പ്രശ്നങ്ങളുണ്ട്, കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ഓഫീസിൽ ദീർഘവർഷങ്ങൾ ജോലി ചെയ്തൊരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ സീനിയർ ആയിരിക്കും എൻ്റെ ബോസ് പറയും, ഒരു അടുക്കളയിൽ പാത്രങ്ങൾ പലതുണ്ട്, ഈ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടാറുണ്ട്. എല്ലാ ഭവനങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ദൈവ മക്കളുടെ ആയാലും ദൈവത്തെ അറിയാത്തവരുടെ ജീവിതത്തിലായാലും എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട്. പക്ഷേ പിറുപിറുപ്പിനൊന്നും കാരണമായി തീരുവാൻ കൊന്നിടയാകല്ലേ. പലരും പറയുന്നു, യാതൊരു മടിയും യാതൊരു പാപബോധവും ഇല്ലാതെ, യാതൊരു പാപഭേദവും ഇല്ലാതെ അങ്ങ് പിറുപിറുക്കുകയാണ്. നിസ്സാര വിഷയം എന്നല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ, ഞാൻ എന്തിനെങ്കിലും ദൈവത്തെ വിളിക്കും, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നെങ്കിലും, ഞാൻ എന്തിനെങ്കിലും പ്രാർത്ഥനകൾ, ഞാൻ എന്തിനാ പ്രസംഗം കേൾക്കുന്നേ?
നിസ്സാരം എന്തോ ഒരു കാര്യമായിരിക്കും. ഒന്നി മക്കളുടെ വിഷയമായിരിക്കാം, അല്ലെ ഭർത്താവുമായിട്ടുള്ള വിഷയം, അല്ലെ ഭാര്യയുമായിട്ടുള്ള വിഷയമായിരിക്കും, അല്ലെ അയൽവക്കക്കാരും, അല്ലെ പാസ്റ്റർമാരുമായിട്ടുള്ള വിഷയങ്ങളോ. നിസ്സാര കാര്യം. ദൈവത്തിന്റെ പേരിൽ പിറുപിറുക്കാൻ പാടില്ല. പിറുപിറുപ്പ് എപ്പോഴും മരുഭൂയാത്രയിൽ നമ്മൾ പട്ടുപോകുവാൻ കാരണമാണ്. അടുത്തത് അവിശ്വാസമാണ്. കണ്ടാൽ യാതൊരു കുഴപ്പമില്ല, ക്ലീൻ ഷേവാണ്, നല്ല വെള്ളയും വെള്ളയുമാണ്. പക്ഷേ അവിശ്വാസം നിറച്ചു വെച്ചിരിക്കുകയാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ. ദൈവത്തിൽ യാതൊരു വിശ്വാസവുമില്ല. ഒരു നിമിഷം എന്ന് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവനും അവിശ്വാസിയായി തീരും. അതേപോലെയുള്ള സംസാരങ്ങൾ നിങ്ങളുടെയും എന്റെയും ജീവിതാനുഭവങ്ങളാണിത്. ദൈവത്തിന്റെ വേദന അങ്ങനെ പാടില്ല. വചനം ജഡമായി തീർന്നു, വചനം ദൈവമായിരുന്നു. മരുഭൂമിയിൽ ദൈവത്തെ ഭക്ഷിച്ചവർ എന്നെ ഭക്ഷിക്കുന്നു, എന്മൂലം ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ മരിച്ചുപോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവിശ്വാസവും പിറുപിറുക്കലും. ദൈവത്തിന്റെ ജനമേ, പുതിയ നിയമസഭയ്ക്ക് ഭക്ഷണം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അതായത് ക്രിസ്തുവിനെ തന്നെ നമ്മൾ ഭക്ഷിക്കുക. അതാണ് കർത്താവ് പറഞ്ഞ്, എന്നെ ഭക്ഷിക്കുന്നവൻ, അതായത് വചനം ഭക്ഷിക്കുന്നവൻ, വചനം ഭക്ഷിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ ഉന്നതനായിരിക്കും നമുക്കൊന്നൊരു പ്രിവിലേജ് ഉണ്ട്. തന്റെ പുത്രന്റെ രക്തത്തിൽ കൂടി നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള ഒരു യോഗ്യത അവൻ അയോഗ്യരായിരിക്കും നമുക്ക് തന്നതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. പിറുപിറുക്കാതെ മുന്നോട്ട് പോകുവാൻ, വിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ, അവിശ്വാസമില്ലാത്ത ഹൃദയമായി മുന്നോട്ട് പോകാൻ. കർത്താവേ, ഇത് ഞങ്ങളെ സഹായിക്കണമേ. എന്നെ ഭക്ഷിച്ച് ഞങ്ങൾ ജീവിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ആത്മാവ് ഈ ഭൂമിയിൽ പട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനായി കർത്താവേ, നിങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മറ്റുള്ള നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് എല്ലാത്തിന്റെ മുകളിൽ ഈ വിഷയം വെച്ച് നമുക്ക് പിറുക്കുന്ന ഹൃദയമോ അവിശ്വാസമുള്ള ഹൃദയമോ ദൈവത്തിന്റെ വയതിൽ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാതിരിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക വചനങ്ങളാൽ ദൈവം നമ്മളെ